നമസ്കാരം. രാജ്യത്തെ ഇന്ധന ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് 100% എഥനോൾ ഇന്ധനമായി ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ചട്ടങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക അംഗീകാരം നൽകി. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഒപ്പുവെച്ചു. ഇതോടെ രാജ്യത്ത് E100 ഇന്ധനത്തിൽ ഓടുന്ന വാഹനങ്ങൾക്കുള്ള നിയമപരമായ തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങിയിരിക്കുകയാണ്. പെട്രോളിൻ്റെ ഏറ്റവും ഫലപ്രദമായ ബദലായി മാറിയ എഥനോളിൻ്റെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവിൽ പ്രതിവർഷം 22 ലക്ഷം കോടി രൂപയോളം ലാഭിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ E100 പുറമെ E85, B100 ബയോഡീസൽ, ഹൈഡ്രജൻ, CNG മിശ്രിതങ്ങൾ തുടങ്ങിയ മറ്റ് ബദൽ ഇന്ധനങ്ങളുടെ വ്യാപകമായ ഉപയോഗത്തിനും വലിയ പിന്തുണയാണ് നൽകുന്നത്. നിലവിൽ രാജ്യത്ത് വിൽക്കുന്ന പെട്രോളിൽ 20% എഥനോൾ ചേർത്ത E20 പെട്രോൾ ലഭ്യമാണ്. ഇതിന് പുറമെ 85% എഥനോളും 15% പെട്രോളും അടങ്ങിയ E85 പെട്രോൾ പമ്പുകളും രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ പെട്രോളിനേക്കാൾ ലിറ്ററിന് 20 രൂപയോളം കുറവാണ് E85 ഇന്ധനത്തിന് ഈടാക്കുന്നത്. ശുദ്ധമായ എഥനോളിൽ മാത്രം പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് പ്രമുഖ കമ്പനികൾ ഇതിനകം കടന്നു കഴിഞ്ഞു. ഹീറോ മോട്ടോർ കോർപ്പ് തങ്ങളുടെ ജനപ്രിയ മോഡലുകളായ സ്പ്ലെൻഡർ പ്ലസ്, HF ഡീലക്സ് ബൈക്കുകളുടെ ഫ്ലെക്സ് ഫ്യൂവൽ പതിപ്പുകൾ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. കൂടാതെ 100% എഥനോളിൽ പ്രവർത്തിക്കുന്ന വാഗണർ ഫ്ലെക്സ് ഫ്യൂവൽ പ്രോട്ടോടൈപ്പ് മോഡൽ മാരുതി സുസുക്കിയും പ്രദർശിപ്പിച്ചു. അടുത്ത 1-2 മാസത്തിനുള്ളിൽ ടൊയോട്ട, സുസുക്കി, ഹ്യുണ്ടായി, MG എന്നീ പ്രമുഖ കമ്പനികളും എഥനോളിൽ ഓടുന്ന തങ്ങളുടെ പുതിയ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഇന്ധന ഇറക്കുമതിക്കായി ഇന്ത്യ പ്രതിവർഷം ചെലവഴിക്കുന്ന വൻ തുക കുറയ്ക്കുക എന്നതിനൊപ്പം ആഭ്യന്തര കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകാനും പുതിയ തീരുമാനം സഹായിക്കും. കരിമ്പ്, ചോളം, അധികമായി വരുന്ന കേടുപാടില്ലാത്ത ധാന്യങ്ങൾ തുടങ്ങിയ തദ്ദേശീയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനാൽ എഥനോളിൻ്റെ ആവശ്യം വർദ്ധിക്കുന്നത് രാജ്യത്തെ കർഷകർക്ക് മികച്ച അധിക വരുമാനത്തിനുള്ള അവസരങ്ങൾ തുറന്നു നൽകും. ഇത് രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷ കൂടുതൽ ശക്തമാക്കും. നിയമപരമായ ചട്ടക്കൂട് നിലവിൽ വന്നെങ്കിലും E100 പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതിൽ വലിയ വെല്ലുവിളികളുണ്ട്. ഒന്നാമതായി, പെട്രോളിനേക്കാൾ ഈർപ്പം ആഗിരണം ചെയ്യാനും തുരുമ്പെടുക്കാനും സാധ്യതയുള്ളതിനാൽ എഥനോൾ ഇന്ധനം സൂക്ഷിക്കാൻ പ്രത്യേക ടാങ്കുകളും പമ്പുകളിൽ പ്രത്യേക ഡിസ്പെൻസറുകളും ഉൾപ്പെടെയുള്ള വൻ അടിസ്ഥാന സൗകര്യ വികസനം ആവശ്യമാണ്. പ്രമുഖ നഗരങ്ങളിലും കാർഷിക മേഖലകളിലും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഘട്ടം ഘട്ടമായി പ്രത്യേക E100 വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമതായി, വാഹന നിർമ്മാതാക്കൾക്ക് തങ്ങളുടെ എഞ്ചിൻ കാലിബ്രേഷനിലും ഫ്യൂവൽ സംവിധാനങ്ങളിലും മെറ്റീരിയലുകളിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. മൂന്നാമതായി, നിലവിൽ ഇന്ത്യയിലുള്ള പഴയ വാഹനങ്ങളെ ഈ മാറ്റം എങ്ങനെയാണ് ബാധിക്കുക എന്ന ആശങ്ക ബാക്കിയാണ്. മുൻപ് E20 പെട്രോൾ നടപ്പിലാക്കിയപ്പോൾ തന്നെ വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നുവെന്ന പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. പല പഴയ വാഹനങ്ങളും ഉയർന്ന അളവിലുള്ള എഥനോൾ മിശ്രിതങ്ങൾ താങ്ങാൻ ശേഷിയുള്ളവയല്ല. ഉദാഹരണത്തിന് 2022 മോഡൽ കിയ സോനറ്റിൻ്റെ മാനുവലിൽ 10%-ലധികം എഥനോൾ ഉപയോഗിക്കരുതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ നിലവിലുള്ള വാഹനങ്ങളുടെ വാറണ്ടി, ഇന്ധന നിർദ്ദേശങ്ങൾ എന്നിവയിൽ നിർമ്മാതാക്കൾ കൂടുതൽ വ്യക്തത നൽകേണ്ടതുണ്ട്. ഗതാഗത മേഖലയിലെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള സർക്കാരിൻ്റെ വിപുലമായ തന്ത്രത്തിൻ്റെ ഭാഗമാണ് E100. എഥനോളിനൊപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ, ബയോഡീസൽ, CNG, LNG, ഹൈഡ്രജൻ സാങ്കേതിക വിദ്യകൾ എന്നിവയ്ക്കും രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഹൈഡ്രജൻ ഇന്ധനത്തിൽ ഓടുന്ന ബസ്സുകളും പ്രത്യേക ഹൈഡ്രജൻ റീഫ്യൂവലിംഗ് സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പൈലറ്റ് പ്രോജക്ടിന് നാഗ്പൂർ ഉടൻ ആതിഥേയത്വം വഹിക്കുമെന്നും നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. പുതിയ മാറ്റങ്ങളോടെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായി ഇന്ത്യ മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.